പ്രേക്ഷക ലക്ഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ദളപതി വിജയുടെ അവസാന ചിത്രത്തിന്റെ ടൈറ്റിൽ റിലീസായി. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ജനനായകൻ എന്നാണ് ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. അനിരുദ്ധാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ പ്രിയാമണി, മമിത ബൈജു തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. സത്യനന്ദിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഹൃദയപൂർവ്വം എന്നാണ് ചിത്രത്തിന്റെ പേര്. ഫെബ്രുവരി പകുതിയോടെ ചിത്രീകരണം തുടങ്ങാനാണ് പ്ലാനെന്നും ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമൊന്നുമല്ലെന്നും ജീവിതഗന്ധിയായ കഥയായിരിക്കുമെന്നും കുറഞ്ഞത് 4 മാസമെങ്കിലും ഉണ്ടായാലേ ചിത്രം തുടങ്ങാനാവുമെന്നും സത്യനന്ദിക്കാട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ചിത്രത്തിൽ നായികയായി ഐശ്വര്യലക്ഷ്മിയാണ് എത്തുക. ഉണ്ണിമൂന്തൻ നായകനായി വന്ന ചിത്രമാണ് മാർക്കോ. ചിത്രം 116 കോടിയിലധികം നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 70 കോടി ക്ലബിലെത്തിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. സിനിമയുടെ OTT അപ്ഡേറ്റും അനലിസ്റ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. സോണി ലൈവിലൂടെ ആയിരിക്കും മാർക്കോ OTTയിൽ എത്തുക എന്നാണ് ഇൻഡസ്ട്രി ട്രാക്കർമാർ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ എപ്പോഴായിരിക്കും OTT റിലീസ് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. തെലുങ്ക് മാസ് മസാല സിനിമകളുടെ പാറ്റേണിൽ എത്തുന്ന സണ്ണി ഡിയോളിന്റെ ജാട്ട് എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. നന്ദാമുരി ബാലകൃഷ്ണയുടെ വീരസിംഹ റെഡ്ഡി അടക്കമുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകൻ ഗോപിചന്ദ് മലിനേനിയാണ് ജാട്ട് ഒരുക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആക്ഷൻ ചിത്രം 2025 ഏപ്രിൽ 10 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. അല്ലു അർജുൻ ചിത്രം പുഷ്പ 2-നൊപ്പം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട ടീസർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രങ്ങൾ തിയേറ്ററിൽ ആഘോഷിക്കുന്ന ഉത്തരേന്ത്യൻ പ്രേക്ഷകർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ടീസറിൽ വമ്പൻ ആക്ഷൻ രംഗങ്ങളുണ്ട്. പീറ്റർ ഹെയ്ൻ, റാം ലക്ഷ്മൺ, വി വെങ്കട്ട്, അനൽ അരസ് എന്നിങ്ങനെ നീളുന്നു ചിത്രത്തിലെ ഫൈറ്റ് മാസ്റ്റർമാരുടെ പേരുകൾ. ശിവകാർത്തികേയൻ, രവി മോഹൻ, അഥർവ, ശ്രീലീല എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ദേശീയ അവാർഡ് ജേതാവായ സുധാ കോങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് പരാശക്തി എന്ന് പേരിട്ടു. ആദ്യമായാണ് രവി മോഹൻ പ്രതിനായക വേഷത്തിലെത്തുന്നതെന്നും തെലുങ്ക് നടി ശ്രീലീലയുടെ ആദ്യത്തെ തമിഴ് ചിത്രമാണെന്നും GV പ്രകാശിന്റെ 100ാമത് ചിത്രമെന്ന പ്രത്യേകതയുമുണ്ട്. ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ എന്ന ചിത്രത്തിലെ ആർഭാടം പ്രൊമോ ഗാനം പുറത്തായി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇതിലെ പക എന്ന വരികളോടെ തുടങ്ങുന്ന ഗാനം പുറത്തു വന്നിരുന്നു. 2025 ജനുവരി 30 ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നത്. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. GR ഇന്ദുഗോപൻ, ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ചിത്രം ത്രില്ലർ സ്വഭാവമാണ് ടീസറിൽ സൂചിപ്പിക്കുന്നത്. മലയാള ചിത്രം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിന്റെ ഹിന്ദി പതിപ്പ് ട്രെയിലർ പുറത്തിറങ്ങി. ഗാർഹിക ജീവിതത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യം പ്രമേയമാക്കിയ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇപ്പോൾ റിലീസിനൊരുങ്ങുകയാണ്. നിമിഷ സജയനും സുരാജ് വെഞ്ഞാറമൂടുമാണ് മലയാളത്തിൽ അഭിനയിച്ചത്. ഐശ്വര്യ രാജേഷും രാഹുൽ രവീന്ദ്രനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം അതേ പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. ഇപ്പോഴിതാ മിസിസ് എന്ന ഹിന്ദി റീമേക്കാണ് ഇപ്പോൾ റിലീസിന് തയ്യാറെടുക്കുന്നത്. ചിത്രം നേരിട്ട് OTTയിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. മിസിസ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ സന്യ മൽഹോത്രയും അങ്കദ് ബേദിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.